ശ്രീവിദ്യാം ശിവവാമഭാഗനിലയാം ഹ്രീങ്കാരമന്ത്രോജ്വലാം ശ്രീചക്രാങ്കിതബിന്ദുമധ്യവസതിം ശ്രീമത്സഭാനായകീം ശ്രീമത്ഷൺമുഖ വിഘ്നരാജജനനീം ശ്രീമജ്ജഗന്മോഹിനീം മീനാക്ഷീം പ്രണതോസ്മി സന്തതമഹം കാരുണ്യവാരാം നിധിം മീനാക്ഷീം പ്രണതോസ്മി സന്തതമഹം കാരുണ്യവാരാം നിധിം. ദേവി ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ പ്രഭാഷണ വേദിയിലേക്ക് സുസ്വാഗതം. സപ്തമ സ്കന്ധത്തിലെ 14-ാമത്തെ അധ്യായം ഇന്നലെ അവലോകനം ചെയ്തു നിർത്തി. ഹരിശ്ചന്ദ്രൻ്റെ കഥയാണ് പറഞ്ഞുകൊണ്ടുവരുന്നത്. ത്രിശങ്കുപുത്രനായിട്ടുള്ള ഹരിശ്ചന്ദ്രൻ പുത്രദുഃഖത്താൽ വരുണനെ യജിച്ചതും വരുണൻ്റെ അനുഗ്രഹത്താൽ ആ പുത്രനെ തന്നെ വരുണന് യാഗപ്പശുവായി കൊടുക്കാം എന്ന നിബന്ധനയിൽ അദ്ദേഹത്തിന് പുത്രൻ ജനിച്ചതുമായ ഭാഗങ്ങൾ അവലോകനം ചെയ്ത് നിർത്തി. കട തുടർന്നുകൊണ്ട് വ്യാസൻ പറയുന്നു: പ്രവൃദ്ധേ സ്വധനേ തസ്യ രാജ്ഞ പുത്ര മഹോത്സവേ ആജഗാമ തഥാ പാശീ വിപ്രവേശധര ശുഭ. അങ്ങനെ ഹരിശ്ചന്ദ്രൻ തൻ്റെ പുത്രൻ്റെ ജന്മോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഈ വരുണൻ ഒരു വിപ്രൻ്റെ, ഒരു ബ്രാഹ്മണൻ്റെ വേഷം ധരിച്ചുകൊണ്ട് രാജാവിൻ്റെ ഗൃഹത്തിൽ വന്നു. സ്വസ്തിവാചകമൊക്കെ പറഞ്ഞിട്ട്, മംഗളവാചകങ്ങളൊക്കെ പറഞ്ഞിട്ട് രാജാവിനോട് പറഞ്ഞു: ഞാൻ വരുണനാണ്, അങ്ങക്ക് പുത്രനുണ്ടായല്ലോ, ഇനി അവനെ പശുവാക്കി എനിക്കുള്ള യാഗം നടത്തിയാലും നേരത്തെ അങ്ങ് പറഞ്ഞിരുന്ന വാക്ക് സത്യമാക്കുക. ഞാൻ വരം നൽകിയത് കൊണ്ടാണ് ഇപ്പോൾ അങ്ങക്ക് വന്ധ്യത്വം പോയത്. ഇപ്രകാരം വരുണം പറഞ്ഞത് കേട്ടപ്പോൾ രാജാവ് ചിന്താമഗ്നനായി. ഇപ്പോൾ ജനിച്ചതായിട്ടുള്ള താമരപ്പൂവിന് തുല്യമായിട്ടുള്ള ഈ കുഞ്ഞിനെ ഞാൻ എങ്ങനെയാ കൊല്ലുക? വീര്യവാനായിട്ടുള്ള ലോകപാലനാണ്, വരുണനാണ് വിപ്രവേശത്തിൽ വന്നിരിക്കുന്നത്. ദേവനിന്ദ ചെയ്യാനും പാടില്ല. ഒരിക്കലും ഒരു വിധത്തിലും പ്രാണികൾക്ക് വേർപെടുത്താനാവാത്തതാണ് പുത്രസ്നേഹം. ഞാനെന്താ ചെയ്യുക? സന്താനലാഭം കൊണ്ട് എനിക്ക് എങ്ങനെ സുഖം ലഭിക്കും? അങ്ങനെയൊക്കെ ചിന്തിച്ച രാജാവ് ധൈര്യം വെച്ചുകൊണ്ട് അദ്ദേഹത്തെ വണങ്ങി പൂജിച്ചിട്ട വിനയത്തോടു കൂടിയിട്ട് പറഞ്ഞു: വേദോക്ത വിധിയനുസരിച്ച് ധാരാളം ദക്ഷിണകളോടുകൂടിയ യാഗം ചെയ്ത് ഞാൻ അങ്ങയുടെ കൽപ്പന നിറവേറ്റാം. പുത്രൻ ജനിച്ചതിൻ്റെ 10-ാം ദിവസം പിതാവ് കർമ്മത്തിന് യോഗ്യനാവും. 1 മാസം കഴിഞ്ഞാൽ മാതാവും ശുദ്ധയാവും. യാഗം നിറവേറ്റാൻ ദമ്പതിമാർ വേണം എന്നാണല്ലോ ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങ് സർവജ്ഞനാണ്. ശാശ്വതമായിട്ടുള്ള ധർമ്മം എന്താ എന്ന് അങ്ങക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് അങ്ങ് കൃപ ചെയ്യണം, അതുവരെ കാത്തിരിക്കണം എന്നെല്ലാം സമയം ചോദിച്ചു ഹരിശ്ചന്ദ്രൻ. സാധാരണ പ്രസവം കഴിഞ്ഞാൽ 10 ദിവസം ആ വാലായ്മയുണ്ടാവും. ആ വാലായ്മ സമയത്ത് നമ്മൾ യാഗം, യജ്ഞം, പൂജ, ക്ഷേത്രാടനം, തീർത്ഥാടനം ഒന്നും പാടില്ല എന്നാണ്. അതേമാതിരി പ്രസവിച്ച സ്ത്രീകൾക്ക്, ഇത് പുരുഷന്മാർക്കാണ്, സ്ത്രീകൾക്ക് 1 മാസത്തോളം ഇതൊക്കെ വർജ്യമാണ് എന്നൊക്കെയാണ് ധർമ്മശാസ്ത്രം പറയണത്. അപ്പോൾ ഒരു യാഗം നടത്തണമെങ്കിൽ ഭാര്യയും ഭർത്താവും 2 പേരും കൂടി വേണമല്ലോ ചെയ്യാൻ. അപ്പോൾ ഭാര്യ 1 മാസം കഴിഞ്ഞാലേ അതിന് യോഗ്യതയാവുള്ളൂ. തനിക്ക് 10 ദിവസം കഴിഞ്ഞാൽ യോഗ്യതയുണ്ടാവും. അപ്പം അങ്ങനെ 1 മാസം കഴിഞ്ഞ് ധാരാളം ചിലവൊക്കെ ചെയ്ത് നല്ലൊരു യാഗമൊക്കെ അങ്ങയ്ക്ക് വേണ്ടി ചെയ്ത് അതിൽ യാഗപ്പശുവാക്കിയിട്ട് എൻ്റെ പുത്രനെ തന്നോളാം എന്നൊരു ഉപായം പറഞ്ഞു. എന്തായാലും രാജാവിനോട് വരുണം പറഞ്ഞു: രാജാവേ, അങ്ങയ്ക്ക് മംഗളമുണ്ടാവട്ടെ, വേണ്ടതുപോലെ ചെയ്തോളൂ, ഞാനിപ്പോൾ തൽക്കാലം പോകുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ 1 മാസം കഴിഞ്ഞാൽ ഞാൻ വരും. അപ്പോൾ അങ്ങ് യാഗം നടത്തണം. നാമകരണാദി സംസ്കാര കർമ്മങ്ങളൊക്കെ പതിവ് പോലെ പുത്രന് ചെയ്തോളൂ.
അങ്ങനെ രാജാവിനോട് സൗമ്യമായി നിർദ്ദേശിച്ചിട്ട് വരുണൻ യാത്രയായി. തൽക്കാലം വരുണം പോയത് കണ്ട് ഹരിശ്ചന്ദ്രനും സന്തോഷിച്ചു. നല്ല പാലുള്ളതും നല്ല കറവയുള്ളതും സ്വർണം കൊണ്ട് അലങ്കരിച്ചതുമായ കോടിക്കണക്കിന് പശുക്കളെ, അതുപോലെ തന്നെ എള്ളുകൊണ്ടുള്ള പർവ്വതം പോലെ ഉള്ള എള്ളുകൂട്ടി പർവ്വതം മാതിരി അത്രയും അധികം മുതലായവയൊക്കെ ബ്രാഹ്മണർക്ക് ഹരിശ്ചന്ദ്രൻ ദാനം നൽകിയെന്നാണ് പറയണത്. ആ കുട്ടിയുടെ ഉണ്ണിയുടെ മുഖമൊക്കെ കണ്ടപ്പോൾ ഹരിശ്ചന്ദ്രന് വളരെ സന്തോഷമായി. ആ കുട്ടിക്ക് രോഹിതാശ്വൻ എന്ന് നാമകരണം ചെയ്തു. ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിലെ രോഹിതൻ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ രോഹിതാശ്വൻ എന്ന് പറയുന്നുണ്ട്. ചെറിയൊരു വ്യത്യാസം. എന്തായാലും രോഹിതാശ്വൻ എന്ന് പേരിട്ടു ആ കുട്ടിക്ക്. ആ കുട്ടി വളർന്നു. ഇപ്പോൾ ഇതാ 1 മാസം പൂർത്തിയായപ്പോൾ വരുണൻ വീണ്ടും ഇതാ വിപ്രവേശത്തിൽ വന്നു. യാഗം ചെയ്യൂ, കുട്ടിയെ യാഗപ്പശുവായി എനിക്ക് തരൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത്. രാജാവ് വീണ്ടും ശോകത്തിലായി. അദ്ദേഹത്തിനെ സ്വീകരിച്ച് കൈകുപ്പിയൊക്കെ തൊഴുതുകൊണ്ട് നമസ്കരിച്ച് അർഘ്യപാദാദികളൊക്കെ ചെയ്തുകൊണ്ട് വരുണനോട് പറഞ്ഞു, ഭാഗ്യം കൊണ്ട് അങ്ങയുടെ ഈ സാന്നിധ്യം കൊണ്ട് എൻ്റെ ഗൃഹം പരിശുദ്ധമായി. അങ്ങ് ആഗ്രഹിക്കുന്നതായിട്ടുള്ള യാഗം ഞാൻ വിദ്യാവണ്ണം ചെയ്യുന്നുണ്ട്. പക്ഷേ പല്ലില്ലാത്ത യജ്ഞപശു ശ്ലാഘ്യമല്ല എന്നാണല്ലോ വേദജ്ഞന്മാർ പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ യാഗത്തിനുള്ള യാഗപ്പശുക്കളെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അതിനുള്ള ചില യോഗ്യതകളൊക്കെ ഉണ്ട്. എല്ലാ പശുവിനെയും യാഗപ്പശു ആക്കാൻ പാടില്ല. ഇപ്പം നമ്മൾ പഞ്ചമസ്കന്ധത്തിലല്ല കഥ പറയുമ്പോൾ അംഗവൈകല്യങ്ങൾ വന്ന മനുഷ്യനെ നരബലി കൊടുക്കരുത് എന്നൊരു ശാസ്ത്രമുണ്ട്. അതുമാതിരി യാഗപ്പശുവിന് പല്ലുണ്ടാവണം. അപ്പോൾ നല്ല പല്ലുകൾ ഉള്ള പശുവിനെ നോക്കിയേ, മൃഗത്തിനെ നോക്കി യാഗബലി കൊടുക്കാൻ പാടുള്ളൂ എന്നൊരു ധർമ്മം. അപ്പോൾ ഈ കുട്ടി 1 മാസമല്ലേ ആയിട്ടുള്ളൂ, പല്ല് മുളച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് ഈ ശിശുവിനെ പല്ല് മുളയ്ക്കുമ്പോൾ ഞാൻ അങ്ങക്ക് യാഗപ്പശുവാക്കിയിട്ട് തരാം എന്നൊരു ബാധി അവിടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. രാജാവ് പറഞ്ഞത് കേട്ട വരുണൻ ശരി എന്നാൽ അങ്ങനെ ആവട്ടെ എന്ന് സമ്മതിച്ചിട്ട് അവിടെ നിന്ന് പോയി. തൽക്കാലം വരുണം പോയത് കണ്ടപ്പോൾ ഹരിശ്ചന്ദ്രന് സന്തോഷമായി. കാരണം പല്ല് വരാനൊക്കെ കുട്ടികൾക്ക് സമയമെടുക്കുമല്ലോ, പെട്ടെന്നൊന്നും വരില്ലല്ലോ, കുറച്ച് മാസങ്ങളൊക്കെ എടുക്കില്ലേ. അതൊക്കെ ആയിട്ട് ആ പല്ലൊക്കെ വന്ന് കഴിയുന്നത് വരെ അപ്പം ഇനിയിപ്പോൾ വരണം വരില്ല, ചോദിക്കില്ല. തൽക്കാലം രക്ഷപ്പെട്ടു എന്നുള്ള സന്തോഷമാണ് ഉണ്ടായത്. എന്തായാലും കുട്ടിക്ക് പല്ലൊക്കെ മുളച്ചു, പല്ലുകളൊക്കെ വന്നു എന്ന് കണ്ടപ്പോൾ വരുണൻ വീണ്ടും ഹരിശ്ചന്ദ്രൻ്റെ അടുത്ത് വന്നു. ഇതാ കുട്ടിയെ എനിക്ക് യാഗപ്പശുവാക്കി തരൂ എന്ന് പറഞ്ഞു. നമസ്കരിച്ചു. വരുണനെ സ്വീകരിച്ച് ആസനമൊക്കെ കൊടുത്ത് ഇരുത്തി. എന്നിട്ട് പറയുകയാണ്, ധാരാളം ദക്ഷിണയോടുകൂടി ഞാൻ വിധിപ്രകാരം യാഗം ചെയ്യാം. പറഞ്ഞ വാക്കനുസരിച്ച്, അതായത് ഈ ബാലന് ചൗളം എന്നുള്ള കർമ്മം കഴിഞ്ഞിട്ടില്ല. ചൗളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് മുടി വെട്ടുന്നതായിട്ടുള്ള കർമ്മം. അത് 1 വയസ്സ് തികഞ്ഞതിന് ശേഷമേ മുടി വെട്ടാറുള്ളൂ കുട്ടികൾക്ക്. അതുകൊണ്ട് ആ ചൗളകർമ്മം കഴിയാതെ ഈ കുട്ടി യജ്ഞപശു ആകാൻ യോഗ്യനാവില്ല എന്നാണ് ജ്ഞാനികൾ പറയാറുള്ളത്. അതുകൊണ്ട് അതുവരെ അങ്ങൊന്ന് ക്ഷമിക്കണം. ഈ വിധി നിയമങ്ങളൊക്കെ അങ്ങേക്ക് അറിയാമല്ലോ. അതുകൊണ്ട് ശിശുവിൻ്റെ ചൗളകർമ്മം കഴിഞ്ഞാൽ ഞാൻ യാഗം നടത്താമെന്ന് പറഞ്ഞു.
യാഗത്തിനുള്ള സാമഗ്രികളെല്ലാം ഇപ്പോൾ എൻ്റെ അധീനത്തിലുണ്ട്. എങ്കിലും പുത്രസ്നേഹം കൊണ്ട് ബന്ധനായിരിക്കുന്ന എന്നെ അങ്ങ് വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. ആ ചൗളകർമ്മം കഴിഞ്ഞ് യജ്ഞം നടത്താത്ത പക്ഷം ഞാൻ അങ്ങയെ ശപിക്കും എന്നുള്ളത് ഓർത്തോളൂ. അങ്ങയുടെ വാക്ക് കേട്ട് ഞാനിതാ ഇപ്പോൾ പോവണു. ഇക്ഷ്വാകു വംശത്തിൽ ജനിച്ചവനാണ് അങ്ങ്. വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം, അസത്യമാവരുത് എന്നൊക്കെ രാജാവിനെ താക്കീത് കൊടുത്തുകൊണ്ട്, ഹരിശ്ചന്ദ്രന് താക്കീത് കൊടുത്തുകൊണ്ട് വരുണൻ യാത്രയായി. തൽക്കാലം വരുണനിൽ നിന്നും രക്ഷപ്പെട്ട ഹരിശ്ചന്ദ്രനും സന്തോഷവാനായി എന്ന് പറയുകയാണ്. ബാക്കി ഭാഗങ്ങളെ കഥയുടെ നാളെ നമുക്ക് അവലോകനം ചെയ്യാം. ഇന്നിവിടെ തന്നെ നിർത്തുന്നു. ശ്രീ മഹാദേവ്യൈ നമഃ.